എൻ്റെ ഒരു ആത്മസുഹൃത്തായിരുന്നു അദ്ദേഹം. ഞാൻ ആദ്യ പടം ചെയ്തത് IV ശശിയുടെ അയൽക്കാരി എന്ന് പറഞ്ഞാണ് 1976-77 ഹൈദരാബാദ്. അത് കഴിഞ്ഞിട്ട് 40 പടങ്ങൾ ചെയ്തിട്ടുണ്ട് IV ശശിയുടെ പടം. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് രവികുമാർ എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് മലയാളത്തിൽ തന്നത് അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ പടം എനിക്കൊരു നല്ല ക്യാരക്ടർ തന്ന് മലയാള സിനിമയിൽ ഒരു നല്ല എൻട്രി. അതിനു മുമ്പ് ഞാൻ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒരു അംഗീകാരം കിട്ടിയത്, ഒരു ഹീറോ എന്ന് പറഞ്ഞ ഒരു അംഗീകാരം കിട്ടിയത് അവളുടെ രാവുകൾ. ആ പടത്തിൽ കൂടിയായിരുന്നു സീമ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജോലിയിലും അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. അവിടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ആരുമില്ല. അത് പ്രേം നസീറായാലും ശരി, ആരായാലും ശരി, അങ്ങേരെ വിചാരിക്കുന്ന ആ എഫക്റ്റ് സീനിൽ വന്നേ ഒക്കൂ. പിന്നെ അദ്ദേഹം ഒരു ആർട്ട് ഡയറക്ടർ ആയതുകൊണ്ട് അങ്ങേര് വെക്കുന്ന ഫ്രെയിംസ് മുഴുവൻ ഒരു 20 ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും ഒരു സീനിൽ ഒരു ഷോട്ടിൽ അങ്ങേര് വെക്കുന്ന ഫ്രെയിംസ് അത് വന്നിട്ട് ഒരു ആർട്ട് ഡയറക്ടർ ആയതുകൊണ്ട് കറക്റ്റായിട്ട് ആർട്ടിസ്റ്റിന് പൊസിഷൻ കൊടുത്ത് ആ ഫ്രെയിം ഭംഗിയാക്കും. ഞങ്ങൾ ആത്മസുഹൃത്തുക്കൾ വെളിയിലാവുമ്പോൾ വാടാ പോടാന്ന് നോക്കും, പക്ഷേ സെറ്റി വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ശശി സാറിനാ വിളിക്കണം. ആ റെസ്പെക്റ്റ് ആ അങ്ങേരുടെ ആ പൊസിഷന് കൊടുത്തിട്ടുണ്ട്. മരിക്കുന്നവരേക്കും ഞങ്ങൾ വളരെ നല്ല സൗഹൃദത്തോടെയായിരുന്നത്. പക്ഷെ ഇന്ന് എൻ്റെ ആ സ്നേഹിതൻ ഇല്ലാതായിപ്പോയത് എനിക്ക് വലിയ ദുഃഖമാണ്. ഓർമ്മയിലെന്നും